വയനാട് ദുരന്തം നമ്മളെല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തമാണ്. ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ വലിയൊരു ദുരന്തം. അതിൽ മലയാളികൾ എല്ലാവരും വേദനിക്കുന്നു. ലോകത്തിലെ എല്ലാ മലയാളികളും വേദനിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ നമുക്കിടയിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ദുഃഖത്തിലിരിക്കെ തന്നെ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ ടിവിയിൽ വരുന്ന ന്യൂസുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു വീഡിയോ കണ്ടത്. നടൻ മോഹൻലാൽ ദുരന്തഭൂമി സന്ദർശിക്കുന്നത്. നല്ല കാര്യം. അദ്ദേഹത്തിന് അത് തോന്നിയത് നല്ലൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പക്ഷേ അതിനടിയിൽ വന്ന കമൻറ്റുകളാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ദുരന്തഭൂമിയിലെ ആൾക്കാർ കാണാൻ കൊതിച്ച മുഖമെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദുരന്തഭൂമിയിൽ വീടും എല്ലാം നഷ്ടപ്പെട്ട് ഭാവിയിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആളുകൾ മോഹൻലാലിനെയാണോ കാണാൻ ഉദ്ദേശിക്കുന്നത്? മോഹൻലാലിനെ കണ്ടാൽ പോയതൊക്കെ തിരിച്ചു കിട്ടുമോ? ഉറ്റവരും മുടിയവരും എല്ലാം തിരിച്ചു കിട്ടുമോ? മോഹൻലാൽ എന്ന നടനോട് യാതൊരു വിരോധവുമില്ല. അദ്ദേഹം പോയതിൽ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. എന്നെ പോലുള്ള ആളുകൾക്ക് അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കടത്തി വിടില്ല. പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കടത്തി വിടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ പോയി എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ സഹായിക്കാനോ പറ്റും, ആശ്വസിപ്പിക്കാനൊക്കെ പറ്റും. അത് അയാൾ ചെയ്തതിൽ വളരെയധികം സന്തോഷം. പക്ഷെങ്കിൽ ഇങ്ങനെ എന്തിനാണ് കമൻ്റ് ഇടുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ദുരന്തഭൂമിയിലെ ആൾക്കാർ കാണാൻ കൊതിച്ച മുഖമെന്ന്. ഈ മോഹൻലാൽ ആരാധകർക്ക് എന്താ വട്ടാണോ? അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പോയി ഒരു ആശ്വാസ വാക്കൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആളുകൾക്കൊരു ആശ്വാസമാകും. ഓക്കെ, അയാൾ അത് ചെയ്യാൻ തുനിഞ്ഞത് തന്നെ വളരെ നല്ല കാര്യം. പക്ഷേ ഈ കമൻ്റോളികൾ, മോഹൻലാൽ ഫാൻസ് എന്തൊക്കെയാണ്? ഓ അത്ഭുതം, മോഹൻലാൽ വന്നു, അത്ഭുതം, ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു, ഉറ്റവരും മുടിയവരും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കമന്റ് ഇട്ടോൻ്റെ വീട്ടിലെ ആരെങ്കിലും ഇതേപോലെ നശിച്ചു പോകണം, അന്നേരം ഈവൻ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ തുള്ളിച്ചാടുവോ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവോ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കമൻ്റായിട്ടിടുന്നത്. ഇതൊന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപകടത്തിൽപ്പെട്ടവർ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആശുപത്രി കഴിയുന്നവർ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുക. അതും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.